എല്ലാവർക്കും നമസ്കാരം. ഈ നിൽക്കണ ഈ പുള്ളിക്കാരനല്ലേ SK ശിവകാർത്തികേയൻ. വിജയ് സിനിമ നിർത്തുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനായിരിക്കും വിജയ്ക്ക് പകരക്കാരനായിട്ട് വരിക. ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഏകദേശം വിജയുടെയൊക്കെ ഒരു ലുക്കില്ല ഇയാൾക്ക്. അപ്പോൾ നമുക്ക് ശിവകാർത്തികേയൻ്റെ പരാശക്തി, ഒരു സുപ്രീം പവർ എന്നുള്ള പേരൊക്കെ ഇട്ട് പണ്ടിറങ്ങിയ ഒരു സിനിമയുടെ അതേ ടൈറ്റിലായിട്ട് വരുന്ന ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ശിവകാർത്തികേയൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. ശിവകാർത്തികേയൻ്റെ അഭിനയം, ഇതിലെ രംഗങ്ങൾ, ഇതിലെ ഹിസ്റ്ററി, ഇതിലെ ഈ പാട്ടുകൾ, ഇതിലെ ഫൈറ്റുകൾ, ഇതിലെ സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒരു ഡ്രാമയെ എങ്ങനെ സ്ക്രീനിലേക്ക് എത്ര മനോഹരമായിട്ട് ഇത് ഈ എന്താ പറയുക, ഒരു സംവിധായകയുടെ മികവ് കൂടി ഈ സിനിമയ്ക്കുണ്ട്. ഒരു കൽക്കരി ട്രെയിനുകളുടെ സീനുകളായാലും, പിന്നെ ഈ പഴയ ബിൽഡിങ്ങുകൾ, ഇവരുടെ കോസ്റ്റ്യൂംസ്, ഇതെല്ലാം കൊണ്ടും ഈ സിനിമ വളരെ മികച്ചു നിൽക്കുന്നു. പിന്നെ നമുക്കറിയാം ഈ സിനിമ വിവാദമായില്ലെങ്കിലും വിവാദമായേക്കാവുന്ന സിനിമയാണ് ഈ ഒരു പരാശക്തി എന്ന സിനിമ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജനനായകൻ്റെ റിലീസ് വൈകിയത് ഇത്തരം ഒരു സിനിമയുടെ ഒരു പ്ലേസ്മെൻറ്റിന് വേണ്ടിയാണ് എന്നുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സിനിമയെ പറ്റി പറയാം. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട SK അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം, അത് മികച്ച അഭിനയമാണ്. ഇതിലെ സിനിമാ നടി ശ്രീലാല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ തമിഴ് സിനിമയിലും പോലെ ആദ്യം കുറച്ച് വെറുപ്പിക്കൽ, പിന്നെ ഒരു ക്യാരക്ടറിലേക്ക് എത്തും. പിന്നെ അഥർവ എന്തെങ്ങനെയൊന്നും അല്ലേ, ശിവകാർത്തികൻ്റെ അനിയൻ്റെ റോൾ അഭിനയിക്കുന്ന പയ്യൻ, അതും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജയൻ രവി വില്ലനായിട്ട് കുറച്ചുകൂടി ഒരു വില്ലനിസം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സെറ്റപ്പിലേക്ക് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. കാരണം ഒരു പക്ക സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു പക്ക വില്ലനായി, ഒരു ടിപ്പിക്കൽ തമിഴ് വില്ലൻ എന്നുള്ളതിലുപരി ഒരു ഒത്ത വില്ലനാണെങ്കിലും ആ രീതിയിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. പിന്നെ പറയേണ്ടത് നമ്മുടെ കുളപ്പുള്ളി ലീല, മലയാളി നടി, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പുള്ളിക്കാരത്തിയുടെ ഒരു നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലല്ല അഭിനയിച്ചിരിക്കുന്നതെങ്കിൽ പോലും അത്യാവശ്യം നല്ല റോള് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സംവിധായിക സുധാ കൊങ്ങര, സുററൈ പോട്ടർ, ഇരുതി സുട്രയൊക്കെ സംവിധാനം ചെയ്ത സംവിധായിക നല്ല രീതിയിൽ ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. സൂര്യക്ക് അവാർഡ് കിട്ടിയ സിനിമ. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു വലിയ സംവിധായകയുടെ കയ്യിലേക്ക് ഇതുപോലൊരു ഡ്രാമ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി സിനിമ എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത് നമുക്ക് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ മ്യൂസിക്, BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെക്കൻഡ് ഹാഫിൽ ഒരു കിടിലൻ സീനുണ്ട്. ഈ SK പ്ലേസ് ചെയ്യുന്നൊരു സീനൊക്കെ ഒരു അടിപൊളി. ഈ സിനിമ നമ്മൾ കൈയടിച്ചു പോകും, അതേപോലുള്ള രീതിയിലുള്ള സിനിമ. പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയെ ഒരു ടിപ്പിക്കൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ പാറ്റേണിലേക്ക് എത്തിക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു വേണമെങ്കിൽ ഇവർക്ക് ഒരു ഹിസ്റ്ററി പോലെ ഒരു നെറേറ്റീവായിട്ട് കൊണ്ടുപോകായിരുന്നു. പക്ഷേ ഇതിനൊരു കഥ, ഒരു മികച്ചൊരു കഥ, ഒരു ചേട്ടനൊരു തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ്ങും, പിന്നെ DMKയുടെ അന്നത്തെ രാഷ്ട്രീയ ചുവടുവയ്പ്, അതായത് ഈ ഒരു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്ന DMKയും വിദ്യാർത്ഥി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വരുന്ന വിദ്യാർത്ഥി സംഘടനകളിലെ അംഗമായി ഈ ശിവകാർത്തികേയനും അനിയനെയും ആ ഒരു രീതിയിൽ പ്ലേസ് ചെയ്ത് മെർജ് ചെയ്ത് ഒരു കിടിലൻ ഒരു സെറ്റപ്പ് സ്റ്റോറി ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കഥയിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ കുറേ സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ സ്പോയിലേഴ്സ് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ ഒരു ചെറിയൊരു കഥയുടെ ഒരു പ്ലോട്ട് പറയാം. 1964 ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൽ അതിൽ മെയിനായിട്ട് മുൻകൈ എടുത്ത DMK ഇല്ലേ കരുണാനിധിയും, പിന്നെ വിദ്യാർത്ഥി വിരുദ്ധ പ്രക്ഷോഭം, വിദ്യാർത്ഥികളും, അന്നത്തെ തമിഴ് മൂവ്മെൻറ്റ് വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു കാലാളായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ നേതാവായിട്ടാണ് ശിവകാർത്തികേയൻ വരുന്നത്. ശിവകാർത്തികേയൻ 1954 നടന്ന ഒരു ട്രെയിൻ ക്രാഷ്, അതിൽ ജയൻ രവിയായിട്ട് ഒരു ഫൈറ്റ് നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് 1964 നമ്മുടെ ജവഹർലാൽ നെഹ്റു മരിക്കുമ്പോൾ നെഹ്റു ഹിന്ദി ഭാഷ ഔദ്യോഗികമാക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. തമിഴ്നാട്ടിലുണ്ടായ അന്ന് പല സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഹിന്ദി തങ്ങളുടെ നാഷണൽ ഭാഷ ആക്കില്ല എന്ന് നെഹ്റു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നെഹ്റുവിൻ്റെ മരണത്തോടു കൂടി വീണ്ടും ഹിന്ദി ദേശീയ ഭാഷയാക്കണം എന്നുള്ള ഒരു നിയമം വരികയും എന്നിട്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് അവർക്ക് ഒരു മണി ഓർഡർ അയക്കണമെങ്കിൽ ഹിന്ദി അറിയണം, അവർക്ക് പരീക്ഷകൾ എഴുതണമെങ്കിൽ ഹിന്ദി അറിയണം. അങ്ങനെയുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ തമിഴ്നാട്ടിലെ ആളുകളെ പ്രഷർ ചെയ്യുന്നതും അതിനെതിരെ ആളുകൾ ശബ്ദം ഉയർത്തുന്നതും അത് ദേശീയ തലത്തിൽ വരെ വലിയ ചലനം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ കഥ.
കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ ശരിക്കൊരു DMK രാഷ്ട്രീയം, ഒരു പ്രൊപ്പഗണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ട് വരാം. പക്ഷേ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് തമിഴ്നാടിൻ്റെ ചരിത്രമാണ്, ഇത് നടന്ന കഥയാണെന്ന് ഒരു സോഫ്റ്റായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൂടി ഈ സിനിമയെ കൊണ്ടുപോകും. കാരണം ഇത് തമിഴ്നാട്ടിൽ ഒരു DMK എന്ന ഒരു വലിയ ശക്തി അധികാരത്തിൽ വന്നത് ഈ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അപ്പോൾ ആ ഒരു അന്നത്തെ ഒരു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായുള്ള ഒരു രാഷ്ട്രീയം, ഒരു ഹിസ്റ്ററിയാണ് ഈ സിനിമ കാണിക്കുന്നത്. അതിൽ ശിവകാർത്തികേയൻ നല്ല രീതിയിൽ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശിവകാർത്തികേയൻ്റെ അഭിനയം, അനിയനുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ്, അതൊക്കെ അടിപൊളിയാണ്. ഫൈറ്റ് സീൻ, മ്യൂസിക്, പിന്നെ ഈ ശ്രീലാലയോടുള്ള ഒരു രത്നാവലി എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പാട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രത്നാവലി എന്നാണ് അവളുടെ ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ അഥർവ, ഒരു വിപ്ലവകാരികളായിട്ട് തമിഴ്നാടിന് വേണ്ടി ശബ്ദിക്കുന്ന 2 ചെറുപ്പക്കാരുടെ കഥ. അന്നത്തെ തമിഴ്നാട്ടിൽ കേരളവും ആന്ധ്രയും കർണാടകയും എല്ലാം ഭാഗമായുള്ള ഒരു വലിയ ഒരു കഥയാണ് ഇത്. പിന്നെ അതിനുപരി നമ്മുടെ ഈ റാണ ദഗുപതി ഉണ്ട്. പിന്നെ ബേസിൽ ജോസഫ്, നമ്മുടെ ബേസിൽ ജോസഫ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ബേസിൽ ജോസഫിൻ്റെ സീൻ, ആദ്യത്തെ ഒരു സീൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ബേസിൽ ജോസഫിൻ്റെ ഒരു സീൻ വരുന്നുണ്ട് ക്ലൈമാക്സിൽ. അതൊക്കെ എടുത്തു പറയാവുന്ന സീനുകളാണ്. പിന്നെ ഓൾ ഓവർ നോക്കിയാൽ ഈ സിനിമ ഒരു സിനിമ എന്നതിലുപരി, അതായത് ഇന്നലെ നമുക്ക് ശരിക്കും ജനനായകൻ റിലീസ് ആവേണ്ടതായിരുന്നു. അപ്പോൾ ജനനായകൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് എത്രയും ഒരു പവർ അല്ലെങ്കിൽ ഒരു ഊർജം കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഇതുവരെ ഈ ഇത്ര അധികം സീറ്റുകളൊക്കെ പരാശക്തിക്ക് വിറ്റുപോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജനനായകൻ്റെ റിലീസ് നീക്കിയതെന്ന് ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയാൽ അതിലാരെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം തമിഴ്നാട്ടിലെല്ലാം രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കലിയാണ് അവരെല്ലാം കാണുന്നത്. അപ്പോൾ ഇതുപോലൊരു പണ്ട് നടന്ന ഒരു കാര്യം ഇത്ര മാസമായിട്ടൊരു സിനിമയിൽ കാണിക്കുമ്പോൾ, ഒരു ജനനായകൻ പോലെ വിജയുടെ ഒരു സിനിമ ഇറങ്ങിയാൽ അത് ഈ സിനിമയ്ക്കൊരു വിലങ്ങുതടിയോ ഭീഷണിയോ ആവോ എന്നുള്ളത്, അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ, അല്ലെങ്കിൽ ഇത് ജനനായകൻ റിലീസ് വൈകുന്ന വേളയിൽ ഇത്തരം ഒരു രാഷ്ട്രീയ കളികൾ തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. എന്തായാലും ഇതൊരു ഹിസ്റ്ററിയാണ്, തമിഴ്നാട്ടിലെ ഹിസ്റ്ററിയാണ്. അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഹിസ്റ്ററിയെ തള്ളിക്കളയാൻ പാകത്തിലുള്ള ഒരു സംഭവമല്ല. പക്ഷേ ഒരു തമിഴ് ഒരു രക്തം, അല്ലെങ്കിൽ തമിഴൻ്റെ ഒരു പവർ, തമിഴൻ്റെ ഐഡൻറ്റിറ്റിയാണ് തമിഴ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, അല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കൾച്ചറായിട്ട് ബന്ധമുള്ള ഒരു രാഷ്ട്രീയം. എല്ലാ സംസ്ഥാനത്തിനും എല്ലാ രാഷ്ട്രീയം, എല്ലാ ലാംഗ്വേജ് വേണമെന്നുള്ള ഒരു വാദം, ഇതൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു തുറന്ന പോരായിട്ട് ഈ ഒരു മാധ്യമത്തെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദിയാണ്. നമ്മുടെ കോ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നമുക്ക് ഒരിക്കലും നാഷണൽ ലാംഗ്വേജ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഹിന്ദി നാഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പൊളിറ്റിക്കലി അല്ല ലീഗലി തെറ്റാണ്. അപ്പോൾ ആ ഒരു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ കഥ ശിവകാർത്തികേയൻ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പുള്ളി, നമ്മൾ ഫാൻ ഫൈറ്റൊക്കെ മാറ്റി നിർത്തിയാൽ നാളെ 25ാം സിനിമയിൽ നിന്ന് ഈ പുള്ളി നാളെ വിജയ്ക്ക് പകരമാവൂ എന്നുള്ളത് ഇതുപോലുള്ള സിനിമകൾ നോക്കുമ്പോൾ നമുക്ക് സംശയം വന്നില്ലെങ്കിലേ സംശയമുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് റിവ്യൂ. കൂടുതൽ കഥ പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ജയൻ രവി, ശ്രീലാല, വിജയ് ശിവകാർത്തികേയൻ, ഇങ്ങനെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചൊരു സിനിമ. കൂടുതൽ രാഷ്ട്രീയം കലർത്തി ഇതൊരു വിവാദ സബ്ജക്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതൊക്കെയാണ് ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് രാഷ്ട്രീയം കലരും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഒരു ഹിസ്റ്ററി ഇത് നല്ല രീതിയിൽ നല്ല സിനിമയായിട്ട് എല്ലാവരും കാണും. ഇത് ജനനായകൻ ഇറങ്ങുന്നവരെയോ അല്ലെങ്കിലോ ഇതെങ്ങനെയായാലും ഈ സിനിമ ഓടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.